എന്ന് നമ്മൾ പറയുന്നത് ക്യാൻവയെ ആക്കി മാറ്റിയ കുറേ ടൂളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ടൂളായ ഇമേജ് എഡിറ്റിംഗ് ടൂളിനെ കുറിച്ചാണ്. സോ നമുക്ക് ആദ്യമായി ഒരു ഇമേജിനെ ഇതിലേക്ക് കൊണ്ടുവരാം. ശരി, ഞാൻ ആദ്യമായിട്ടൊരു ഇമേജ് സെർച്ച് ചെയ്യണം. ഒരു കിഡ് സ്മേൽ ഒരുപാട് കിഡ് സ്മൈൽ ചെയ്യുന്നതിൻ്റെ ഇമേജുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെടുക്കും. ഇതിൽ ആദ്യമായിട്ടുള്ള ഇമേജ് എഡിറ്റിംഗ് ടൂളാണ് നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ റിമൂവ് ചെയ്യുന്നത്. സോ ഇതിന് ക്ലിക്ക് ചെയ്ത് ആൾറെഡി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ ഇമേജിനെ ക്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രോപ്പ് ചെയ്യാം. അതായത് ഈ ആരോസ് ഇതിനെ ക്രോപ്പ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാം. ഏത് സൈസിൽ ഇതിൻ്റെ കോർണറിലുള്ളത് ഇതിന് സൈസ് കൂട്ടാനും കുറക്കാനുള്ളതാണ്. ഓക്കെ, സോ എഡിറ്റ് ഫോട്ടോയിൽ നിങ്ങൾക്ക് പോയാൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ അതിനെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ത് ചെയ്തു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ട്. സോ ശ്രദ്ധിക്കുക, ഇവിടെ കുറച്ച് മുടികളൊക്കെ പൊന്തി നിൽക്കുന്നതാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഒന്നും കൂടി എഡിറ്റ് ചെയ്തിട്ട് എറേസ് എന്നുള്ള എടുത്തിട്ട് ആ മുടികൾ കൂടി കളയുന്നു നിങ്ങളുടെ ആവശ്യാനുസരത്തിന്. അപ്പോൾ മാനുവലിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഓക്കെ, ഇതാണ് എങ്ങനെ എറേസ്. ഇനി വേണമെങ്കിൽ ഷോ ഒറിജിനൽ കാണാം. നിങ്ങൾക്ക് അതിൻ്റെ ഏത് ഭാഗങ്ങളൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് മാനുവലും ചെയ്യാം. അപ്പോൾ ഇത് ബാക്കിലോട്ട് വന്നാൽ അതങ്ങനെ ആയിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് ഞാനൊരു കാര്യം ചെയ്യുന്നത്, വേറൊരു കുട്ടീനെ എടുക്കും. നിങ്ങൾക്കറിയാലോ, എനിക്ക് തോന്നുന്നു നല്ലൊരു ഇമേജാണ്. പക്ഷേ എനിക്ക് ഈ കുട്ടി ഏകദേശം ഇത്ര വേണം. പക്ഷേ ഇത് ഏകദേശം ഇത്ര വലിപ്പം പാടുള്ളൂ ഈ കുട്ടിയുടെ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, ഞാൻ കുട്ടീനെ ഇങ്ങനെ വെച്ചാൽ കൃത്യമായി വൃത്തിയാക്കും. ഇനി റിമൂവ് BG അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വേറെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോഴും ഈ അടിയിലേക്കുള്ള സ്പേസ് അവിടെ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അപ്പോൾ ഞാൻ Ctrl+Z അടിച്ചിട്ട് കണ്ടോ, അഥവാ ബാക്കിലേക്ക് തന്നെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ റിമൂവ് BG എന്നുള്ള ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, റീസെറ്റ് ടൂൾ എടുക്കും. യെസ്, അപ്പോൾ അത് പഴയ മാതിരി തന്നെ വന്നു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആ കുഞ്ഞിൻ്റെ അടിയിലേക്കൊരു ടോട്ടലി ഇതിനെ ഇത് ഫില്ലാക്കി തരാൻ നമുക്ക് AI-നോട് പറയാം. അതിനാണ് എഡിറ്റ് ഫോട്ടോയിൽ പോയിട്ട് മാജിക് എക്സ്പാൻഡ് എന്നുള്ള ടൂൾ യൂസ് ചെയ്യും. എന്നിട്ട് അതിനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം, ഇവിടേക്കും കൊണ്ടുവരാം. ഓക്കെ, ഞാനതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകാൻ AI-നോട്. AI അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 ഓപ്ഷൻസാണ് ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. അവരെന്ത് ചെയ്തിട്ടുണ്ട്, നടിയിലേക്ക് പല മോഡലിൽ ആ ഒരു ഇത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വൃത്തി. നോക്കൂ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോനെ നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റുകൾ ഇവിടെ എഴുതി കൊടുത്തും. ഇത് നല്ലൊരു AI ടൂളാണ്. സോ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ്. സോ ഇനി അതിനകത്തൊരു മെത്തേഡ്, വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഇനി ഒരു ഒബ്ജക്റ്റിനോ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈനിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇതെല്ലാം ഇമേജ് എഡിറ്റ് ചെയ്യാനുള്ള ടൂൾസാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് കുറച്ച് മേഘങ്ങളെ കളയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എഡിറ്റ് ഫോട്ടോ പോവുക, മാജിക് എറേസർ എന്ന് പറഞ്ഞ സാധനം.
പോകുന്ന മേഘങ്ങൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ബാക്കിയുള്ള മേഘങ്ങൾ കൂടി ഞാൻ കളയാൻ ആരോട് പറഞ്ഞു. ഇതൊക്കെയാണ് മാജിക് എറേസർ ഇവിടുന്ന് സാധനം. പിന്നെയുള്ളത് മാജിക് എഡിറ്റ് ആൻഡ് ഇതാണ് നമുക്ക് മാജിക് എക്സ്പാൻഡ്, മാജിക് എറേസർ, റിമൂവ്സ്. ഇത് മൂന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ ബാക്കിയുള്ള ടൂൾസ് വിഷ്വൽ സെക്ഷൻ